സത്യം പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ജോയിൻ ചെയ്തവർക്കൊക്കെയും ഒരുപാട് ഉപയോഗപ്രദമായ ഒരു സെഷനായിരുന്നു. ഈ ഡൗട്ട്സ് ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി എനിക്കും ഉണ്ടായിരുന്ന ഡൗട്ട്സ്. 2.5 വർഷമായിട്ട് ഇപ്പം 2.5 വർഷം ആയി. കൂടുതലായോന്നറിയില്ല. എന്തായാലും സാർ ഫസ്റ്റ് ഡേ തൊട്ട് ഞാൻ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇനീഷ്യലി എനിക്കും ഉണ്ടായിരുന്ന ഡൗട്ടായിരുന്നു. ഇതൊക്കെ ഇപ്പൊ ഫാമിലി കിട്ടും മനസ്സുകൊണ്ട് ഇങ്ങനെ കുറെ വിഷ്വലൈസേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളാണല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വരുമ്പോഴും ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കണ്ടേ? വീട്ടിലാർക്കെങ്കിലും ഒരു ആവശ്യം വന്നാലോ ഒക്കെ ചേർത്ത് പ്രയോഗിക്കണമല്ലോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലായിരുന്നു. ഇതൊന്നും പ്രയോഗിക്കാതെ എങ്ങനെയാണ് നിഷ നീ ആത്മവിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എപ്പോഴും വിചാരം ചെയ്യാനിരിക്കുമ്പോൾ സാറ് പറഞ്ഞ പോലെ ഇമീഡിയറ്റ്ലി വരുന്ന തോട്ട്, അയ്യോ നീ ഒന്നും ചെയ്തില്ലല്ലോ, നീ ഇത് ചെയ്യാതെ, ഞാൻ സാറിനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് മനസ്സിലാവുന്നത് ഇതൊന്നും ചെയ്തില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോവും എന്നുള്ളത്. പിന്നെ ഫാമിലി ഇപ്പം അതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാ. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് എങ്ങോട്ടോ പോകണം എന്നുള്ളത്. പലപ്പോഴും ഞാൻ ഈ ഷെയർ ചെയ്യുന്ന ഓരോന്ന് കാണുമ്പോൾ എൻ്റെ കസിൻസ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ ചോദിക്കാറുണ്ട്, നീ ഇനി ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോവോ നിഷേ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും എല്ലാവരെയും ഫ്രീ ആയിട്ട് എനിക്ക് വിടാൻ പറ്റിയത്. ഹസ്ബൻഡിനെ ആയാലും മക്കളെ ആയാലും ഒക്കെ കുറച്ച് ഫ്രീ ആയിട്ട് അവരവരുടെ ഇഷ്ടത്തിൽ വിടാൻ തുടങ്ങിയപ്പം അവർക്ക് എല്ലാവർക്കും സമാധാനമായി എന്ന് വേണം പറയാൻ. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ 24 മണിക്കൂറും നെഗറ്റീവായിട്ടാണ് നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, 24 മണിക്കൂറും നമ്മുടെ കൂടെ ഒരു വ്യക്തി, നമ്മുടെ റൂംമേറ്റ് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് മാത്രം, നിന്റെ അതെന്താ നീ ഒന്ന് ആലോചിച്ച് നോക്കിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ താമസിക്കുക എന്ന് പറഞ്ഞ് ഇറ്റ് ഇസ് ഹോറിബിൾ. എപ്പോഴും അതിന്റെ മേളിൽ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമായിരുന്നു. സത്യം പറഞ്ഞ സെൽഫ് എൻക്വയറി പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ആരാന്ന് അറിയണമെങ്കിൽ അത് നമുക്കല്ലേ പറ്റുള്ളൂ. അതിനായിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല എന്നൊക്കെ സത്യമാ സാറേ. അതൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, അതുപോലെ മനസ്സ് എന്ന് പറയുന്നതിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അതൊക്കെ എന്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നോളേജ് ആണ്. അവരോട് ഇത് പ്രാക്ടീസ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ തോട്ട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട എന്നുള്ളത് നമുക്ക് കോൺഫിഡൻസോടെ പറയാൻ പറ്റിയതും സെൽഫ് എൻക്വയറി പ്രാക്ടീസ് വന്നതിന് ശേഷം. സാറിനൊക്കെ അറിയാം, ഞാൻ ഈ ഒരു ഇങ്ങനെ മനസ്സിലായിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് കിടന്ന് പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതിലൊക്കെ അങ്ങ് നേടിയെന്നാണ് ഞാൻ ആലോചിച്ചത്. പക്ഷെ ഒന്നും നേടിയിട്ടില്ല എന്നുള്ളതും മനസ്സിലായി. പിന്നെ സാറ് പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഹമ്പിൾ ആവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കിപ്പോ തോന്നുക. ലൈക്ക് ഇപ്പൊ ആരെങ്കിലും മറ്റത് അപ്രീസിയേഷൻ ഒക്കെ ആഗ്രഹിക്കുന്നതും തിരിച്ചൊരു താങ്ക് യു ഞാൻ ആലോചിച്ചിട്ടുണ്ട്, സാറുമാരൊക്കെ എങ്ങനെ ഈ താങ്ക് യു ആഗ്രഹിക്കാതെ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്നത്? ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പോലും നിങ്ങൾ ആഗ്രഹിക്കാറില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാന്ന് ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ ആരുടെയും ഗ്രാറ്റിറ്റ്യൂഡ് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഒന്നിലും ഒരു പ്രശ്നമില്ല. അപ്പം റിയലി ദിസ് ഈസ് എ വേ ടു ലിവ് എന്നാണ് എനിക്ക് മനസ്സിലായത്. സെൽഫ് എൻക്വയറി പ്രാക്ടീസ് ഈസ് എ വേ ടു ലിവ്. നിങ്ങൾ ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ട് ജീവിക്കുക. ശരിക്കും ജീവിക്കുന്ന അന്നേരമാണെന്ന് എനിക്ക് ബിഗിനേഴ്സ് ഇത് ഓർത്തിട്ട് തുടങ്ങാതിരിക്കുന്നവരോട് എനിക്ക് പറയണം. പിന്നെ നിങ്ങൾ ആരും ആലോചിക്കേണ്ട, പെട്ടെന്ന് ഇതും കിട്ടും എന്നിട്ട് എങ്ങോട്ടേലും ഇട്ടെറിഞ്ഞിട്ട് പോകുന്നൊന്നും ആലോചിക്കേണ്ട. ഇതിങ്ങനെ ഒരു വലിയ പ്രൊസീജിയറാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് എന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു സർ, താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. താങ്ക് യു സോ മച്ച്.